അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്ന നമ്മുടെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ. പക്ഷെ അതൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചില്ലെങ്കിൽ നമുക്കത് മാർക്ക് മേടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് ആകെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചോളണം. മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. പക്ഷേ അത് പഠിക്കണമെങ്കിൽ നമ്മൾ 1-2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ മുൻപ് പഠിച്ച 1-2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതാണ് എന്താണെന്ന് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളണം. നമ്മൾ ആദ്യം പഠിക്കേണ്ടത് നമുക്ക് എന്താണ് ഈ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്നറിയണം. ഏതൊക്കെയാണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്? സിമ്പിളായിട്ട് സൈൻ ഇൻവേഴ്സ് എക്സ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനാണ്. കോസ് ഇൻവേഴ്സ് എക്സ്, പിന്നെ ഏതാണ് ടാൻ ഇൻവേഴ്സ് എക്സ്. പിന്നെ ഏതൊക്കെയുണ്ടാ? കൊസീക്ക് ഇൻവേഴ്സ് എക്സ്, സീക്ക് ഇൻവേഴ്സ് എക്സ്, പിന്നെ ഏതുണ്ട് കോട്ട് ഇൻവേഴ്സ് എക്സ്. ഇവ ഓരോന്നും പരസ്പരം റെസിപ്രോക്കലുകളാണ്. അതായത് സൈനിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ കൊസീക്ക് കിട്ടും, അതുപോലെ കോസിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ സീക്ക് കിട്ടും, ടാനിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ കോട്ട് കിട്ടും എന്ന് പറഞ്ഞാൽ ഇത്ര ഉള്ളൂ. അതായത് ശ്രദ്ധിച്ചോ, സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നതും സൈനിൻ്റെ റെസിപ്രോക്കൽ ഏതാണ്? കോസ് ഇൻവേഴ്സ് 1/x എന്ന് പറയുന്നത് 1 കോസ് ഇൻവേഴ്സ് എക്സ് അല്ല, കോസ് ഇൻവേഴ്സ് 1/x. ഇതിൻ്റെ അകത്ത് വരുന്ന സാധനം എന്താണോ അത് തിരിച്ചിടുന്നതും സെയിം ആയിരിക്കും. കേട്ടല്ലോ, ഓർത്തിരുന്നോളണം. അതുപോലെ കോസിൻ്റെ റെസിപ്രോക്കലാണ് സീക്ക്, ടാനിൻ്റെ റെസിപ്രോക്കലാണ് കോട്ട്. ഇത് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നിങ്ങൾക്കറിയാമല്ലോ, സിമ്പിൾ കാര്യം. അടുത്തതിലേക്ക് പോവാം. അടുത്തത് നമ്മൾ ഈ സൈനിൻ്റെയും കോസിൻ്റെയും ടാനിൻ്റെയും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട 3 വാല്യൂസ്. 30 ഡിഗ്രി എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. 60 മുമ്പൊരെണ്ണം കൂടി ഉണ്ടല്ലോ, 45 ഡിഗ്രി എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. 60 ഡിഗ്രി എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. ഈ 30 ഡിഗ്രിക്ക് പറയുന്നതാണ് π/6, ഇത് π/4, ഇത് π/3. ഈ വേർഡിൽ അല്ലെങ്കിൽ ഈ റേഡിയൻ മെഷറിലായിരിക്കും നമുക്ക് തരുന്നത്. കേട്ടല്ലോ. അപ്പോൾ ശ്രദ്ധിച്ചു, സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ്. സൈൻ 45 എന്ന് പറയുന്നത് 1/√2 ആണ്. സൈൻ 60 √3/2 ആണ്. അതുപോലെ കോസ് 30 √3/2 ആണ്. കോസ് 45 1/√2 ആണ്. കോസ് 60 1/2 ആണ്. ടാൻ 30 1/√3 ആണ്. ടാൻ 45 1ഉം ടാൻ 60 വെറും √3യുമാണ്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇതും അറിഞ്ഞിരിക്കണം. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞാൽ ഇത്രയും വാല്യൂസ് ഏറ്റവും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. സൈനിൻ്റെ, കോസിൻ്റെ, ടാനിൻ്റെ 0, π/6 എന്ന് പറഞ്ഞാൽ 30, π/4 എന്ന് പറഞ്ഞാൽ 45, π/3 എന്ന് പറഞ്ഞാൽ 60, പിന്നെ ഒരു 90. ഇത് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം ഓക്കെ അല്ലേ? ഈ ആംഗിൾസ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ കൃത്യമായിട്ട്. ഓക്കെ, ഇനി അടുത്ത ഒരു ചെറിയ കാര്യം കൂടി അറിഞ്ഞിരിക്കണം. അതായത് ശ്രദ്ധിച്ചോളണേ, നമ്മൾ എന്താണ് നമ്മുടെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ നോക്കിടാ, സൈൻ 30 ഡിഗ്രി, സൈൻ 30 എത്രയാണെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു, 1/2 ആണ് അല്ലേ? അപ്പോൾ നമ്മളത് റേഡിയനിലേക്ക് മാറ്റി എഴുതിയാൽ സൈനിൻ്റെ π/6 എടുത്താൽ നമുക്ക് എന്ത് കിട്ടൂടാ? 1/2 കിട്ടും. അതായത് സൈനിൻ്റെ π/6 എന്ന് പറയുന്ന ആംഗിൾ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 1/2 കിട്ടും. ഇത് നമ്മൾ തിരിച്ചെങ്ങനെ പറയും? അതായത് 1/2നെ എന്ത് ചെയ്താൽ π/6 കിട്ടും? അതാണ് സത്യം പറഞ്ഞാൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി. ഈ 1/2നെ എടുത്ത് ഇൻവേഴ്സ് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? π/6 കിട്ടും. അതായത് ആലോചിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, സൈനിന് 1/2 കിട്ടുന്ന വാല്യൂ ഏതാണ്? അതാണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേട്ടല്ലോ, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. കേട്ടല്ലോ, ഈ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയുടെ ശ്രദ്ധിച്ചോളാം, നമ്മുടെ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, ടാൻ ഇൻവേഴ്സ്, കൊസീക്ക് ഇൻവേഴ്സ്, സീക്ക് ഇൻവേഴ്സ്, കോട്ട് ഇൻവേഴ്സ് എല്ലാത്തിൻ്റെയും ഡൊമൈനും റേഞ്ചും പഠിക്കണം. എന്താണ് ഈ ഡൊമൈനും റേഞ്ചും എന്ന് പറഞ്ഞാൽ? സിമ്പിളായിട്ട് പറഞ്ഞാൽ f(x) = 2x + 3. ഞാൻ f(1) കണ്ടുപിടിക്കുവാണേ. അതായത് എക്സിന് പകരം എത്ര ഇട്ട് കൊടുക്കും? 1. അപ്പോൾ എത്ര വരും ഇവിടെ? 2 × 1 + 3. അപ്പോൾ എത്ര കിട്ടൂടാ? 2 + 3. ആൻസർ എത്ര വന്നു? 5. അതായത് ഞാനിവിടെ ഇട്ട് കൊടുത്ത നമ്പർ 1 ആണ് അല്ലേ? ഞാനിവിടെ ഇട്ട് കൊടുത്ത നമ്പർ 1 ആണ്. എനിക്ക് പുറത്തേക്ക് കിട്ടിയ നമ്പർ 5 ആണ്. ഈ നമ്മൾ ഇട്ട് കൊടുക്കുന്ന നമ്പറുകളെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത്.
നമുക്ക് ഉത്തരം കിട്ടുന്ന നമ്പറുകളെയാണ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനിൽ സൈൻ ഇൻവേഴ്സ് ആയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന നമ്പറുകളാണ് ഡൊമൈൻ. നമുക്ക് ഉത്തരം കിട്ടുന്ന വാല്യൂസ് ആണ് റേഞ്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഡൊമൈനുകളും റേഞ്ചുകളുമാണ് ഈ എഴുതിയിരിക്കുന്നത്. എന്താണ്? സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ, കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ, അങ്ങനെ എല്ലാത്തിൻ്റെയും ഡൊമൈനുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡൊമൈൻ. ഇതിൻ്റെ റേഞ്ചുകളാണ് ഇപ്പുറത്ത് എഴുതിയിരിക്കുന്നത്. കേട്ടല്ലോ? അതായത് സൈൻ ഇൻവേഴ്സ്, ഒരിക്കലും സൈൻ ഇൻവേഴ്സ് 3 എന്ന് നമുക്ക് എഴുതാൻ പറ്റൂല. കാര്യം എന്താ? സൈൻ ഇൻവേഴ്സിന് ഒരിക്കലും 3 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുകയല്ല. കാര്യം എന്താ? -1നും 1നും ഇടയിൽ മാത്രമേ സൈൻ ഇൻവേഴ്സിന് എന്തുള്ളൂ? വാല്യൂ ഉള്ളൂ. കേട്ടല്ലോ? അപ്പോൾ ഇതാണ് ഡൊമൈൻ, ഇതാണ് റേഞ്ച്. ഓക്കെ, ഇത് പഠിക്കാനൊരു ഈസി മെത്തേഡ് ഉണ്ട്. ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്: സൈൻ ഇൻവേഴ്സ്, കോസ് ഇൻവേഴ്സ്, അടുത്തത് എഴുതുന്നത് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ, പിന്നെ കോട്ട് ഇൻവേഴ്സ് എക്സിൻ്റെ, പിന്നെ എഴുതുന്നത് കൊസീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ, പിന്നെ സീക്ക് ഇൻവേഴ്സ് എക്സിൻ്റെ. ഇങ്ങനെയാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഇതിൻ്റെ ഡൊമൈൻ ഞാൻ ആദ്യം പറയുവാണ്, ശ്രദ്ധിച്ചോളണം. ഡൊമൈൻ ഞാൻ ആദ്യം പറയുവാണ്, വളരെ സിമ്പിൾ, എഴുതിയൊന്ന് പഠിക്കുന്ന രീതിയിൽ ആലോചിച്ചോളണം. സൈനിൻ്റെയും കോസിൻ്റെയും ഡൊമൈൻ സെയിം ആണ്. -1 മുതൽ 1 വരെയും വാല്യൂസ് സൈൻ ഇട്ട് കൊടുക്കാം. കോസിനും -1 മുതൽ 1 വരെയുള്ള വാല്യൂസ് ഇട്ട് കൊടുക്കാം. അടുത്തത് ടാനിന് എല്ലാ വാല്യൂസും ഇട്ട് കൊടുക്കാം. കോട്ടിനും എല്ലാ വാല്യൂസും ഇട്ട് കൊടുക്കാം, R. ഇനി ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്താണ് ഇവർക്ക് എഴുതേണ്ടത്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ R-ൽ നിന്ന് ഇത് കുറച്ച് പറയണം. ഇത് കുറയ്ക്കുമ്പോൾ ഓപ്പൺ ഇൻ്റർവെൽ ഇടണം എന്ന് ആലോചിച്ചോളാം. R -1 to 1. ഡൊമൈൻ സെറ്റായില്ലേ? അപ്പോൾ ആ പെയർ ആലോചിച്ചാൽ മതിടാ. സൈനും കോസും, ടാനും കോട്ടും, കൊസീക്കും സീക്കും. സെറ്റല്ലേ? ഇത്രേ ഉള്ളൂ. ഇനി ഇതിൻ്റെ എന്ത് പഠിക്കണോടാ? ഇതിൻ്റെ റേഞ്ച് പഠിക്കണം. റേഞ്ച് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻറ്റ്. ഇതാണ് നമുക്ക് അത്യാവശ്യം. അപ്പോൾ നോക്ക്, സൈനിൻ്റെയും കോസിൻ്റെയും റേഞ്ച് പഠിക്കാൻ സിമ്പിളാണ്. -π/2 മുതൽ π/2 വരെയാണ് സൈനിൻ്റെ റേഞ്ച്, ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ്. കോസിൻ്റെത് 0 മുതൽ π വരെയാണ്. ഈ റേഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? സൈൻ ഇൻവേഴ്സിൻ്റെയും കോസ് ഇൻവേഴ്സിൻ്റെയും വാല്യൂ കിട്ടുന്നത് ഇതിൻ്റെ ഇടയ്ക്കായിരിക്കണം. -π/2 മുതൽ π/2 വരെ ആയിരിക്കണം കിട്ടേണ്ടത്. അത്രേ കിട്ടുള്ളതിന്. അതുപോലെ 0 മുതൽ π വരെയാണ് കോസിന് കിട്ടുള്ളൂ. കേട്ടല്ലോ? ഇനി ടാനിൻ്റെയും കോട്ടിൻ്റെയും എങ്ങനെ എഴുതണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എടാ ഇത് തന്നെയാണ്, പക്ഷേ ഓപ്പൺ ഇൻ്റർവെൽ ഇട്ട് വരും. അതായത് -π/2 മുതൽ π/2 വരെയാണ് ഓപ്പൺ ഇൻ്റർവെൽ. ഇതെന്താണ്? 0 മുതൽ π വരെയാണ് ഓപ്പൺ ഇൻ്റർവെൽ. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തെഴുതുന്ന രീതിയല്ല, വേറൊരു രീതിയിലാണ് എഴുതുന്നത്. അതായത് ശ്രദ്ധിച്ചോളണം, -π/2 മുതൽ നോക്കിക്കോടാ, -π/2 മുതൽ π/2 വരെ ശ്രദ്ധിച്ചോളണം. കൊസീക്കിൻ്റെ ആണ് പറയുന്നത്. -π/2 മുതൽ π/2 വരെ ഉള്ളതാണ് നമുക്ക് വേണ്ടത്. ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണ്. ഇതിൻ്റെ അകത്ത് നിന്നും നമ്മൾ ഇതിൻ്റെ നടുക്ക് വരുന്ന 0 എന്ന് പറയുന്ന ലെറ്റർ എടുത്ത് മാറ്റും. 0 എന്ന് പറയുന്ന എലമെൻ്റ് എടുത്ത് മാറ്റണം. അതുപോലെ സീക്ക് പറയേണ്ടത് 0π ക്ലോസ്ഡ് ഇൻ്റർവെല്ലാണ്. അതിൻ്റെ അകത്ത് നിന്നും അതിൻ്റെ ഇടയ്ക്ക് വരുന്ന 0യ്ക്കും πയ്ക്കും ഇടയ്ക്ക് വരുന്ന π/2 എടുത്ത് മാറ്റണം. ഇതാണ് ഡൊമൈനും റേഞ്ചും. ഈ റേഞ്ചിന് വേറൊരു പേരുണ്ട്, പ്രിൻസിപ്പിൾ വാല്യൂ ബ്രാഞ്ച്. എന്താണ്? പ്രിൻസിപ്പിൾ വാല്യൂ ബ്രാഞ്ച്. മറന്നു പോകരുത്, പ്രിൻസിപ്പിൾ വാല്യൂ ബ്രാഞ്ച്. അപ്പൊ കോസിന്റെ പ്രിൻസിപ്പിൾ വാല്യൂ ബ്രാഞ്ച് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0 to π. ടാനിന്റെ പ്രിൻസിപ്പിൾ വാല്യൂ ബ്രാഞ്ച് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ -π/2 മുതൽ π/2 വരെ ഓപ്പൺ ഇൻ്റർവെൽ. ഇതാണ് ഇത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ, അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്ന രീതി പറഞ്ഞു തന്നത്. കേട്ടല്ലോ? അപ്പോൾ തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്യുവാണ്. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ്. ചിലപ്പോൾ നമുക്ക് ഈ മോഡലിൽ ഒരു ചോദ്യം ഉണ്ടാവും. വെറുതെ നമ്മളിപ്പോൾ പഠിച്ച കാര്യം വെച്ച് വെറുതെ ഒരു ചോദ്യം, അതായത് എക്സാമ്പിളായിട്ട് 1 മാർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം. നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി ദ റേഞ്ച് ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ്. കോസ് ഇൻവേഴ്സ് എക്സിൻ്റെ റേഞ്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. രണ്ടാമത്തെ ഫംഗ്ഷൻ 0 മുതൽ π വരെയും ക്ലോസ്ഡ് ഇൻ്റർവെല്ലിൽ വരണം. അതല്ലേ ദേ ഇതാണ്. ഏതാണ്? ബി. ഇതിൻ്റെ ആൻസർ എന്താണ്? ബി. അങ്ങനെ ഏത് ചോദ്യം വേണമെങ്കിലും ചോദിക്കാം. കേട്ടല്ലോ? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, ആകെ 3 കാര്യങ്ങളെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അതിലേക്ക് നമ്മൾ കടക്കുവാണ്. ഒന്നാമത്തെ കാര്യം ശ്രദ്ധിച്ചിരുന്നോളണം. അതായത്
ഒരു വാല്യൂവിൻ്റെ എന്താണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ തന്നിട്ട് അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ എത്രയാണെന്ന് ചോദിക്കും. ഒന്നാമത്തെ മോഡൽ ഇത് നോക്കിയോ, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ്, നോക്കിയടാ, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/2. ശ്രദ്ധിച്ചോളണം, ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് 1/2. ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അകത്ത് നെഗറ്റീവ് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ വേറെ മെത്തേഡിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ഇല്ല. നെഗറ്റീവ് ഇല്ലെങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് സൈനും 1/2 ആണ് വന്നേക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സൈനിന് ഏത് വാല്യൂ കൊടുത്താലാണ് 1/2 കിട്ടുന്നതാണെന്നാണ് ഇവർ ചോദിച്ചേക്കുന്നത് അല്ലേ. സൈനിന് 1/2 കിട്ടുന്നത് ഏത് ആംഗിളിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ കാണാതെ പഠിക്കാൻ പറഞ്ഞാൽ സൈനിന് ഏതിനാണ് 1/2 കിട്ടുന്നത്? സൈൻ 30ക്കാണ്. നമ്മൾ 30 എന്ന് ഒരിക്കലും ഉപയോഗിക്കത്തില്ല, π/6. അപ്പോൾ ഇത്രേ ഉള്ളൂ. സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒറ്റടി എഴുതിക്കോളണം, π/6. ഇത്രേ ഉള്ളൂ പരിപാടി. നെഗറ്റീവ് ഇല്ലെങ്കിൽ ഒറ്റടി ആൻസർ എഴുതാം നമുക്ക്. ഇതേ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയോ, ടാൻ ഇൻവേഴ്സ് 1 ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ. പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ചോദ്യം. ടാൻ ഇൻവേഴ്സ് 1 കണ്ടുപിടിക്കണം. എന്താണ് ചോദ്യം? എന്താ അർത്ഥമാക്കുന്നത്? എന്താണ്? ടാനിന് ഏത് വാല്യൂവിനാണ് 1 കിട്ടുന്നത്? ഏതിനാണ് കിട്ടുന്നത്? 45നാണ്. 45 എന്ന് പറഞ്ഞാൽ എന്താണ്? π/4. സിമ്പിൾ പരിപാടി അല്ലേ. അപ്പോൾ നമുക്ക് 8 അടിക്ക് എഴുതാം, π/4 സിമ്പിൾ. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ നോക്കിയേ, നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു സാധനം തന്നു, സീക്ക് തന്നു. സീക്ക് ഇൻവേഴ്സ് 2. നമുക്ക് സീക്കിന്റെ വാല്യൂ അറിയില്ല, പക്ഷെ ഇതിനാണ് ഞാൻ ആദ്യം പഠിച്ചത് ഏതൊക്കെയാണ് റെസിപ്രോക്കൽ എന്ന് അറിയണമെന്ന് പറഞ്ഞത്. ഏതാണ്? സീക്ക് ആരുടെ റെസിപ്രോക്കലാണ്? കോസിന്റെ റെസിപ്രോക്കലാണ് സീക്ക് അല്ലേ. കോസ് ഇൻവേഴ്സ് എക്സിന്റെ റെസിപ്രോക്കലാണ് സീക്ക്. അപ്പോൾ ഈ സീക്കിനെ മാറ്റി എനിക്ക് കോസ് ഇൻവേഴ്സ് എന്ന് എഴുതാം, പക്ഷെ ഇതൊന്ന് തിരിച്ചിട്ടോളാം. എത്രയാവും? 1/2. ഇപ്പൊ നമുക്ക് ചെയ്യാലോടാ, കോസ് നമുക്ക് അറിയാവുന്ന ആളാണ്. അപ്പൊ എന്താണ് കോസ് ഇൻവേഴ്സ് 1/2 എന്ന് പറഞ്ഞാൽ കോസിന് ഏത് വാല്യൂവിലാണ് 1/2 കിട്ടുന്നത്? ഏതിലാ കിട്ടുന്നത്? 60ലാണ്, അതായത് π/3യിലാണ്. അപ്പൊ ആൻസർ എത്രയാടാ? π/3. ഇത്രേ ഉള്ളൂ. എടാ സിമ്പിൾ അല്ലേടാ മക്കളെ, ഇത്രേ ഉള്ളൂ. കേട്ടല്ലോ. ഇനി നെഗറ്റീവ് വന്നാൽ, ഇതിൻ്റെ അകത്ത് നെഗറ്റീവ് വന്നാൽ എന്ത് ചെയ്യും എന്നാണ്. ദേ ഇതിൻ്റെ അകത്ത് നെഗറ്റീവ് വന്നാൽ എന്ത് ചെയ്യും? ഫൈൻഡ് ദ പ്രിൻസിപ്പൽ വാല്യൂ. ദേ സൈൻ ഇൻവേഴ്സ്, ശ്രദ്ധിച്ചോളണം, സൈൻ ഇൻവേഴ്സ് -1/2. ഇതാണ് ചോദ്യം. നെഗറ്റീവ് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നോക്കിയോ, സൈനിനോ പിന്നെ ഏതാണ് ടാനിനോ കൊസീക്കിനോ, എന്താടാ സൈനിനോ ടാനിനോ കൊസീക്കിനോ ആണ്. ശ്രദ്ധിച്ചോളാം, സൈനിനോ ടാനിനോ കൊസീക്കിനോ ആണ് അകത്ത് നെഗറ്റീവ് വരുന്നെന്ന് വിചാരിച്ചോ. ഇതിൻ്റെയൊക്കെ അകത്ത് നെഗറ്റീവ് വരുവാണെന്ന് വിചാരിച്ചോ. സൈനിന് വന്നാലും ടാനിന് വന്നാലും കൊസീക്കിന് വന്നാലും ഈ മൈനസ് എടുത്ത് പുറത്തേക്ക് ഇട്ടാൽ മതി. അപ്പം മൈനസ് എടുത്ത് പുറത്തേക്ക് ഇടുമ്പോൾ മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ് എന്നാവും. ഈ മൈനസ് എടുത്ത് പുറത്തേക്ക് ഇടുമ്പോൾ മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്നാവും. മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്നാവും. ഈ എക്സ് മൈനസ് എടുത്ത് പുറത്തേക്ക് ഇടുമ്പോൾ മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്നാവും. കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്നാവും. ഓക്കെ അല്ലേ? ഇതൊക്കെ അല്ലേ? ഇത് ഒരു സെറ്റ്, ഇതൊരു സെറ്റ്. ഈ സെറ്റിന്റെ പ്രത്യേകത എന്താ? ഈ സെറ്റിന്റെ പ്രത്യേകത എന്താ? ഇവർ മൈനസ് എടുത്ത് പുറത്തേക്ക് തരും. രണ്ടാമത്തെ വേറെ ചില ആൾക്കാരുണ്ട്, അവരുടെ പ്രത്യേകത ഇവരല്ലാത്തവർ. അവരാരൊക്കെയാടാ? കോസിന്റെ അകത്ത് നെഗറ്റീവ് വന്നാൽ, സീക്കിന്റെ അകത്ത് നെഗറ്റീവ് വന്നാൽ, കോട്ടിന്റെ അകത്ത് നെഗറ്റീവ് വന്നാൽ, ഇവരുടെ 3 പേരുടെയും അകത്ത് നെഗറ്റീവ് വന്നാൽ അവർ വെറുതെ മൈനസ് മാത്രമല്ല എടുത്ത് പുറത്തേക്ക് ഇടുന്നത്, അവരുടെ കൂടെ വേറൊരാളെ കൂടി ചേർക്കണം, പൈ മൈനസ് എന്ന് ചേർത്തോളാം. എന്താണ്? പൈ മൈനസ്, എന്നിട്ട് കോസ് തന്നെ, കോസ് ഇൻവേഴ്സ് എക്സ് ആയിക്കോളും. അപ്പോൾ ഈ മൈനസ് എടുത്ത് പുറത്തേക്ക് ഇടുന്നതിന് പകരം പൈ മൈനസ് ചെയ്തോളണം. എന്താണ്? സീക്ക് ഇൻവേഴ്സ് എക്സ്. ഈ മൈനസ് എടുത്ത് പുറത്തേക്ക് ഇടുന്നതിന് പകരം പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ്. കേട്ടല്ലോ? അപ്പോൾ ഈ പൈ മൈനസ് വരുന്നവരെ പഠിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. കോഴിക്കോടെന്ന് പഠിച്ചാൽ മതി. എന്താണ്? കോഴിക്കോട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? കോഴിക്കോട്, കോഴിക്കോടിനാണ്
പൈ മൈനസ് ഉള്ളത്. ബാക്കി എല്ലാവർക്കും മൈനസ് എടുത്ത് പുറത്തേക്ക് കൊടുത്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. എന്തേ നോക്ക്, നമ്മളിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ നെഗറ്റീവ് വന്നു, സൈൻ കോസിക്കോഡിലുള്ളതല്ല, അപ്പോൾ ഈ മൈനസ് എടുത്ത് പുറത്തേക്ക് ഇടുക. അപ്പോൾ ബാക്കി അകത്ത് ആരണ്ടാ മൈനസ് സൈൻ ഇൻവേഴ്സ്, ഇതിൻ്റെ അകത്ത് 1/2. മൈനസ് നേരത്തെ ചെയ്ത പോലെ അതിൻ്റെ അകത്ത് തന്നെ കിടന്നോട്ടെ. ഇനി എന്ത് ചെയ്യുക നോക്കുക, സൈന് ഏതാടാ 1/2 കിട്ടിയിരിക്കുന്ന വാല്യൂ ഏതാണ് നോക്കുക. സൈനിന് 1/2 കിട്ടിയിരിക്കുന്നത് എത്രയാണ്? സൈനിന് 1/2 കിട്ടിയിരിക്കുന്നത് 30ലാണ്, അതായത് π/6ലാണ്. അപ്പോൾ ആൻസർ എന്ത് വരുടാ -π/6. സിമ്പിൾ പരിപാടി. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. കൊസീക്ക് ഇൻവേഴ്സ് -1/√2. അപ്പോൾ നമ്മൾ എഴുതുവാണ്, അല്ല കൊസീക്ക് അല്ല, കോസ് ഇൻവേഴ്സ് -1/√2 അല്ല, √2 അല്ലേ, -1/√2. അപ്പോൾ ഇവിടെ നോക്ക്, നെഗറ്റീവ് അകത്ത് വന്നിട്ടുള്ളതാണ്. കോസിക്കോഡ് കോഴിക്കോടിൻ്റെ അകത്തുള്ളതാണ്. അപ്പോൾ എന്തെടുത്തു? മൈനസ് അല്ല പുറത്തേക്ക് എടുക്കേണ്ടത്, പൈ മൈനസ് ആണ്. ഇതിനെ പൈ മൈനസ് കോസ് ഇൻവേഴ്സ്, ഇനി മൈനസ് ഇല്ലാതെ എഴുതിക്കോ 1/√2. എടാ ബാക്കിയൊക്കെ സെയിം, പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/√2 എന്ന് പറഞ്ഞാൽ കോസിന് 1/√2 കിട്ടുന്ന ഏതിലാടാ 45 അല്ലെങ്കിൽ π/4. അപ്പൊ കോസിന് 1/√2 കിട്ടുന്ന എത്രയിലാണ്? π/4. അപ്പൊ അത് ഇവിടെ ഇട്ട് കൊടുക്കുക. പൈ മൈനസ് കോസ് ഇൻവേഴ്സ് 1/√2 എന്ന് പറഞ്ഞാൽ എത്രയാടാ π/4, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് ചെയ്യുക? ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. എങ്ങനെയാണ്? പൈ മൈനസ് π/4 ബൈ 1 ഇടുക, ക്രോസ് ചെയ്ത് ഗുണിക്കുക. 4 × π ചെയ്യുക, അപ്പോൾ 4π മൈനസ് 1 × π ചെയ്യുക, പൈ ബൈ 1 × 4 ചെയ്യുക, 4. ഈ ആൻസർ എത്ര വരും? 3π/4. ആൻസർ എത്രയാണ്? 3π/4. ഓക്കെ അല്ലേ? ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനി രണ്ടാമത്തേലേക്ക് പോവാം. രണ്ടാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ശ്രദ്ധിച്ചു. എടാ അപ്പോൾ ഈ ചാപ്റ്ററിലെ രണ്ടാമത്തെ മോഡൽ ചോദ്യം, വളരെ സിമ്പിൾ ആയിട്ടുള്ള രണ്ടാമത്തെ മോഡൽ ചോദ്യത്തിലേക്ക് കിടക്കുവാണ്. അതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കാനുള്ള കാര്യം ഇത്ര ഉള്ളതാണ്. നമുക്കിത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ്, അതിൻ്റെ അകത്ത് ഒരു സൈൻ എക്സ് എന്ന് വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു സൈൻ ഇൻവേഴ്സും സൈനും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിൻ്റെ അകത്തായിരിക്കണം. എന്ന് പറഞ്ഞാൽ സൈനിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഏതായിരുന്നു? നമ്മൾ കാണാതെ പഠിക്കാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു. -π/2 മുതൽ π/2 വരെയാണ് സൈനിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. അപ്പോൾ ഈ എക്സ് എന്ന് പറയുന്നത് -π/2നും π/2നും ഇടയിലുള്ള ആളായിരിക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇവിടെ നോക്കിക്കോ, ഞാൻ സൈൻ ഇൻവേഴ്സ് സൈൻ π/3 എന്ന് വന്നു. ഇതിൻ്റെ ആൻസർ ആയിട്ട് എനിക്ക് ഇത് രണ്ടും കട്ട് ചെയ്ത് കളയാൻ പറ്റുമോ? അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ π/3 എന്നാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സൈനിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് നോക്കണം. സൈനിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഏതാണ്? -π/2 മുതൽ π/2 വരെ, അതായത് -90 മുതൽ +90 വരെ അല്ലേ? -90 മുതൽ +90 വരെയാണ്. π/3 എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രിയാണ്? 60 ഡിഗ്രിയാണ്. ഈ 60 ഡിഗ്രി എന്ന് പറഞ്ഞാൽ -90നും +90നും ഇടയിലല്ലേ? ഇടയിലാണ്. അപ്പോൾ നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് നമുക്ക് ആൻസർ എന്തെഴുതാം? π/3 എന്ന് എഴുതാം. ഇത്രേ ഉള്ളൂ, സിമ്പിൾ പരിപാടി. അടുത്ത വേറൊരെണ്ണം നോക്കി, ഇതേ നോക്കിയിട്ടാ, ഞാൻ ഇങ്ങനെ എഴുതുവാണ്, കോസ് ഇൻവേഴ്സ് കോസ് 2π/3. ഇങ്ങനെ ഒരു ചോദ്യം തോന്നും. അവിടെ നമ്മൾ നോക്കേണ്ടത് ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം നോക്കണം. ഇവിടെ ശ്രദ്ധിച്ചോ, ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാൻ പറ്റുമോ? കോസിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഏതാടാ? 0 മുതൽ π വരെ. 0 എന്ന് പറഞ്ഞാൽ 0 ഡിഗ്രി, π എന്ന് പറഞ്ഞാൽ എത്രയാടാ? 180 ഡിഗ്രി. 2π/3 എന്ന് പറയുമ്പോൾ എത്ര വരും? ശ്രദ്ധിക്കാനുള്ള കാര്യം, പൈക്ക് പകരം 180 ഇട്ട് നോക്കിയാൽ മതി. 2 × പൈക്ക് പകരം 180/3. അപ്പോൾ എത്രയാണ്? ഇത് ഇവിടെ നോക്ക്, ഈ 3ഉം 180 കൂടി കട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ 60 എന്ന് വരും. 60 × 2 എത്രയാടാ? 120. 120 ഇതിൻ്റെ ഇടയിലല്ലേ വരുന്നത്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളയാം. നമുക്ക് എന്താണ്? 2π/3 എന്ന ആൻസർ എഴുതാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ പറഞ്ഞിട്ടുള്ള വാല്യൂ ഇതിൻ്റെ അകത്താണ് വരുന്നതെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് ആൻസർ എഴുതാം. പക്ഷേ അല്ലെങ്കിൽ വേറൊരു മെത്തേഡിൽ ചെയ്യണം. ഇതാണ് രണ്ടാമത്തെ മോഡൽ. ഇതേ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് സൈൻ π/6. ചോദ്യം എന്താണെന്ന് നോക്കിയടാ, സൈൻ ഇൻവേഴ്സ് സൈൻ π/6 ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സൈൻ ഇൻവേഴ്സ് സൈൻ π/6. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ്, സൈനാണ് ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. സൈനിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഏതാ നോക്കണം.
സൈനിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് -π/2 മുതൽ π/2 വരെയാണ്. എന്ന് പറഞ്ഞാൽ -90 മുതൽ +90 വരെ. നമുക്ക് ഇവിടെ തന്നിട്ടുള്ള വാല്യൂ എത്രയാണ്? π/6. π/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ഡിഗ്രി. ഈ 30 ഡിഗ്രി ഇതിന്റെ രണ്ടിന്റെയും ഇടയിൽ വരുന്നുണ്ടോ നോക്കണം. ഇതിന്റെ രണ്ടിന്റെ അകത്തല്ലേ 30 ഡിഗ്രി വരുന്നത്? -90 മുതൽ +90 വരെ 30 അതിന്റെ അകത്താണ്. അതിന്റെ അകത്താണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് കളഞ്ഞ് π/6 എന്ന ആൻസർ എഴുതാം. സിമ്പിൾ സിമ്പിൾ സിമ്പിൾ. അടുത്തതിലേക്ക് നോക്കാം. ഇവിടെ നോക്കിയോ, സൈൻ ഇൻവേഴ്സ് sin 2π/3. ശ്രദ്ധിക്കണം, സൈൻ ഇൻവേഴ്സ് sin 2π/3 വളരെ ഇമ്പോർട്ടൻറ്റ്. നോക്കിയോ, ഇവിടെ നോക്കേണ്ടത് സൈൻ തന്നെയാണ്. സൈനിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് നേരത്തെ പറഞ്ഞ പോലെ -π/2 മുതൽ π/2 വരെയാണ്. അതായത് -90 മുതൽ +90 വരെയാണ് സൈനിന്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച്. നമുക്കിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ആരെയാടാ? 2π/3നെയാണ്. 2π/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 × പൈക്ക് പകരം 180 ഇട്ട് നോക്ക്, /3. അപ്പൊ ആൻസർ എത്രയാടാ? 2 × 30ഉം 180ഉം കൂടി കട്ട് ചെയ്യുമ്പോൾ 60 വരും. ആൻസർ എത്ര വന്നു? 120 ഡിഗ്രി. അതായത് 2π/3 എന്ന് പറഞ്ഞാൽ 120. അത് ഇതിന്റെ ഇടയിലാണോ വരുന്നത്? അല്ല. അല്ലെങ്കിൽ ഇതിങ്ങനെ കട്ട് ചെയ്ത് 2π/3 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. നേരത്തെ കോസ് ആയിരുന്നപ്പോൾ കട്ട് ചെയ്തു, അത് പൈ വരുന്നതുകൊണ്ടാണ്. അപ്പൊ നോക്കിയേ, ഇവിടെ കട്ട് ചെയ്യാൻ പറ്റൂല. കട്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും എന്നാണ് പറയാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചോളണം. ഈ 2π/3 ഇല്ലേ, ഈ 2π/3നെ നമ്മളൊന്ന് മാറ്റി എഴുതും. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ താഴെ വരുന്ന സംഖ്യയില്ലേ, താഴെ വരുന്ന സംഖ്യ 3. ഈ 3ന്റെ മൾട്ടിപ്പിൾ, 3ന് കുറെ മൾട്ടിപ്പിൾ ഉണ്ട്. 3 ഉണ്ട്, 6 ഉണ്ട്, 9 ഉണ്ട്, 12 ഉണ്ട്, അങ്ങനെ കുറെ പോകും. ഈ മൾട്ടിപ്പിളുകളിൽ ഈ മേളത്തെ നമ്പറിന്റെ ഏറ്റവും അടുത്ത് വരുന്ന മൾട്ടിപ്പിൾ ഏതാണെന്ന് നോക്കണം. ഏറ്റവും അടുത്ത് വരുന്ന മൾട്ടിപ്പിൾ ഏതാണ്? 2ന്റെ ഏറ്റവും അടുത്ത് വരുന്ന 3ന്റെ മൾട്ടിപ്പിൾ ഏതാണ്? 3 തന്നെയാണ്. അപ്പൊ ഈ 2നെ 3 ഉപയോഗിച്ച് എങ്ങനെ എഴുതാൻ പറ്റുമോ നോക്കണം. അപ്പൊ എങ്ങനെ എഴുതും? 3π മൈനസ് 3π. ഇവിടെ 2π എന്നുള്ളത് 3π ആയി, 2π ആക്കി എഴുതാൻ 3π - π എന്ന് എഴുതിയാൽ പോരെ. അപ്പൊ എങ്ങനെയാണ് എഴുതിയത്? താഴത്തെ നമ്പർ എന്താണെന്ന് നോക്കി, ശ്രദ്ധിച്ചോളാം. താഴത്തെ നമ്പർ എന്താണെന്ന് നോക്കി ആ നമ്പറിന്റെ മൾട്ടിപ്പിള് മേളിൽ വരുന്നത് ഏതാണെന്ന് നോക്കി അത് വെച്ച് എഴുതണം. ഇനി നോക്ക്, ഈ 3 2 പേർക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. 3 എന്ന് പറയുന്നത് ഈ 2 പേർക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ആൻസർ എന്ത് വരും? ഇവിടെ 3π/3 എന്ന് വരും, -π/3 എന്ന് വരും. ഈ 3യും 3യും ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പൊ ആൻസർ എന്താണ്? π - π/3. അപ്പോൾ നമുക്ക് 2π/3നെ ഇങ്ങനെ എഴുതാം, π - π/3 എന്ന്. അപ്പൊ ഇവിടെ നോക്കടാ, സൈൻ ഇൻവേഴ്സ് സൈൻ 2π/3നെ ഞാൻ ഇങ്ങനെ എഴുതുവാണ്, π - π/3. എന്തിനാ ഞാൻ ഇങ്ങനെ എഴുതിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. സൈൻ ഇൻവേഴ്സ് ഞാൻ അതുപോലെ തന്നെ എഴുതി. ഈ പൈയുടെ മൾട്ടിപ്പിൾ ഇവിടെ ശ്രദ്ധിച്ചോ, പൈയുടെ മൾട്ടിപ്പിള് മൈനസ് ഒരു ആംഗിൾ എഴുതി കഴിഞ്ഞാൽ, ശ്രദ്ധിക്കണം, പൈയുടെ മൾട്ടിപ്പിള് മൈനസ് ഒരു ആംഗിൾ എഴുതി കഴിഞ്ഞാൽ, ഇത് പൈയുടെ മൾട്ടിപ്പിൾ അല്ലേ, പൈയുടെ മൾട്ടിപ്പിള് മൈനസ് ഒരു ആംഗിൾ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വന്നിട്ടുള്ള ഫംഗ്ഷൻ എന്താണോ അത് തന്നെ നമുക്ക് താഴത്തേക്ക് എടുത്ത് എഴുതാം. അതുപോലെ ഇവിടെ വന്നിട്ടുള്ള ഈ ആംഗിൾ എന്താണോ അത് തന്നെ നമുക്ക് താഴത്തേക്ക് എഴുതി എഴുതാം. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇതിനെ പൈ മൈനസ് അല്ലെങ്കിൽ 2π മൈനസ് അല്ലെങ്കിൽ 3π മൈനസ് എന്ന രീതിയിലേക്ക് മാറ്റി എഴുതുന്നത്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം, പൈയുടെ മൾട്ടിപ്പിൾ മൈനസ് എന്നും പറഞ്ഞാൽ അല്ലെങ്കിൽ പൈയുടെ മൾട്ടിപ്പിൾ പ്ലസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ എന്താണോ നമ്മുടെ ഫംഗ്ഷൻ അത് തന്നെ താഴത്തേക്ക് എഴുതാം. അതുപോലെ ഇവിടുത്തെ ആംഗിൾ എന്താണോ അത് തന്നെ നമുക്ക് താഴത്തേക്ക് എഴുതാം. അപ്പോൾ ഇവിടെ നോക്ക്, ഇനി നോക്കിയേ, നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് സൈൻ ഇൻവേഴ്സ് സൈൻ π/3 എന്നാണ്. ഈ എടുത്ത് നമ്മൾ താഴത്തേക്ക് എഴുതുമ്പോൾ ഇവിടെ സൈൻ കൂടി ഒന്ന് ചെക്ക് ചെയ്യണം. സൈൻ ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ മറ്റേ ക്വാഡ്രന്റ് വരയ്ക്കും. എങ്ങനെയാണ്? ഇവിടെ പൈ - π/3 ആണ്. പൈ എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന സാധനമാണ്, ഇത് 0 ആണ്. കറങ്ങി ഇവിടെ വരുമ്പോൾ π/2 വരും, 90 വരും. കറങ്ങി ഇവിടെ വരുമ്പോൾ പൈ വരും, 180 വരും. നമുക്ക് വേണ്ടത് പൈ - π/3 ആണ്. പൈയിൽ നിന്ന് എന്തോ കുറച്ചു, പൈയിൽ നിന്ന് എന്തോ കുറച്ചാൽ ആ ആംഗിൾ വരുന്നത് എവിടെയായിരിക്കും? ഇവിടെ ഈ ക്വാഡ്രന്റിലായിരിക്കും അല്ലേ. ഈ ക്വാഡ്രന്റ് ആരുടെയാണെന്ന് നോക്കുക. ആരുടെയാണ്? ഓൾ, സിൽവർ, ടീ, കപ്സ്, അങ്ങനെ പല പേരുകളായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുള്ളത്. ഇത് ആരുടെ ക്വാഡ്രന്റ് ആണ്? ഇവിടെ എല്ലാവരും പോസിറ്റീവ്. ഇവിടെ സൈനും സൈനിന്റെ റെസിപ്രോക്കലായ കൊസീക്കും പോസിറ്റീവ്. ഇത് സൈനിന്റെ തന്നെ അല്ലേ, അപ്പോൾ ഇവിടെ എന്താണ്? പോസിറ്റീവ് ആണ്. ഇനി അത് വേറെ ഇപ്പുറത്തായിരുന്നു വന്നിരുന്നെങ്കിൽ, ഇവിടെ മൂന്നാമത്തേലായിരുന്നു വന്നിരുന്നെങ്കിൽ നമ്മൾ അവിടെ എന്തിട്ട് കൊടുത്തേനം? നെഗറ്റീവ് ഇട്ട് കൊടുത്തേനം. ആ ആംഗിൾ കൂടി ഒന്ന് സൈൻ കൂടി ഒന്ന് ശ്രദ്ധിച്ചോളാം. അത്രേ ഉള്ളൂ, കേട്ടല്ലോ. അപ്പൊ എന്ത് വന്നു? പോസിറ്റീവ് ആണ്, അപ്പൊ വിഷയമില്ല. അപ്പൊ സൈൻ ഇൻവേഴ്സ്
സൈൻ പൈ ബൈ 3. ഇനി എന്ത് ചെയ്യുക, ഇവിടെ നോക്കി, ഇപ്പം നോക്കിയേ സൈനാണ് വന്നിട്ടുള്ളത്. സൈനിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ -π/2 മുതൽ π/2 വരെയാണ്. അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളല്ലേ π/3. π/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60. അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന ആളല്ലേ 60. അപ്പോൾ എന്ത് ചെയ്തു, സൈനും കട്ട് ചെയ്ത് കളഞ്ഞു. ആൻസർ എന്ത് വന്നു? π/3. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കിടക്കുന്ന ആളല്ലെങ്കിൽ അയാളെ ഇങ്ങനെ മാറ്റി എഴുതണം, എന്നിട്ട് ചെയ്യണം. വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ. ഒരെണ്ണം കൂടി ചെയ്യാം, ശ്രദ്ധിച്ചു. ഇതേ നോക്ക്, ഫൈൻഡ് ദ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് സൈൻ 13π/6. അപ്പോൾ ചോദ്യം നോക്കിക്കോടാ, സൈൻ ഇൻവേഴ്സ് സൈൻ 13π/6. ഇവിടെ നോക്കേണ്ട കാര്യം സൈനിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഏതാണ്? -π/2 മുതൽ π/2 വരെ. ഇതിൻ്റെ ഇടയിൽ നിൽക്കണം. അപ്പോൾ എത്രയാണ് നമ്മളുടെ ആംഗിൾ എന്ന് നോക്കുക. നമുക്ക് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആംഗിൾ 13π/6 ആണ്. അത് എത്ര ഡിഗ്രി വരുവാടാ? നിങ്ങളുടെ കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് അടിച്ചു നോക്കാം. 13 × π എന്ന് പറഞ്ഞാൽ 180 ബൈ എത്രയാണ്? 6. ഈ 6ഉം 18ഉം കൂടി കട്ട് ചെയ്യുമ്പോൾ ഇവിടെ 3 വരും. അപ്പോൾ 13 × 30 വരും. അപ്പോൾ ആൻസർ എത്രയാടാ? 390 വരും. ഈ 390 എന്ന് പറയുന്നത് -π/2നും π/2നും ഇടയിലാണോ? അല്ല. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇതിനെ മാറ്റി എഴുതണം. മാറ്റി എഴുതാം. എങ്ങനെ മാറ്റി എഴുതണം? സിമ്പിൾ പരിപാടി. 13π/6 എങ്ങനെ എഴുതണമെന്നാണ് പറഞ്ഞത്? ഈ താഴെ വന്നിട്ടുള്ള നമ്പർ 6 ആണ്. 6ന്റെ മൾട്ടിപ്പിൾ വെച്ച് നോക്കുമ്പോൾ 30യുടെ ഏറ്റവും അടുത്ത് വന്നിട്ടുള്ള 6ന്റെ മൾട്ടിപ്പിൾ ഏതാണെന്ന് നോക്കണം. മേളത്തെ 30യുടെ ഏറ്റവും അടുത്ത് വരുന്ന 6ന്റെ മൾട്ടിപ്പിൾ 6 × 2 12 ആണ്. 12 ആണ് 13ന്റെ ഏറ്റവും അടുത്ത് വരുന്നത്. ആ 12 അങ്ങോട്ട് എഴുതുക, 12π. കേട്ടല്ലോ. ഇനി 13π ആകാൻ എന്ത് ചെയ്യണം? അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തോളണം. 12πന്റെ കൂടെ എന്ത് കൂട്ടുമ്പോഴാണ് 13π ആകുന്നത്? ഒരു പൈ കൂട്ടുമ്പോഴാണ്. അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അപ്പോൾ 12π + π ആണ് 13π. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 13πനെ 12π + π എന്ന് എഴുതാം. ഇനി 6 രണ്ട് പേർക്കും കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 12π/6 + π/6. ഈ 12ഉം 6ഉം കൂടി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2π എന്ന് വരും, പ്ലസ് π/6. ഇങ്ങനെയൊക്കെ മാറ്റി എഴുതാം. അതായത് ഇതിനെ മാറ്റി നമ്മൾ ഇങ്ങനെ എഴുതി. അപ്പോൾ നമ്മൾ മാറ്റി എഴുതുവാണെന്ന് നോക്കിയോ, സൈൻ ഇൻവേഴ്സ് സൈൻ എന്താണ് നോക്ക്, 2π + π/6. 2π + π/6. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഓർക്കുന്നുണ്ടല്ലോ, സൈൻ ഇൻവേഴ്സ് അതുപോലെ തന്നെ നമ്മൾ എഴുതി. ഇവിടെ പൈയുടെ മൾട്ടിപ്പിൾ വന്നാൽ ഇവിടെ വന്നിട്ടുള്ള ഫംഗ്ഷൻ എന്താണോ അത് കൃത്യമായി നമുക്ക് താഴത്തേക്ക് എടുത്ത് എഴുതാം, സൈൻ. ഇവിടെ വന്നിട്ടുള്ള ആംഗിൾ ഏതാണോ അത് അതുപോലെ നമുക്ക് താഴത്തേക്ക് എഴുതാം, π/6. ഇനി ശ്രദ്ധിക്കാനുള്ളത് ഈ സൈൻ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നാണ്. അതിന് നമ്മുടെ ക്വാഡ്രന്റ് എടുത്തു. നമുക്ക് വേണ്ടത് 2π + π/6 ആണ്. ഇത് 0, ഇത് π/2, ഇതെന്താണ്? ഇത് പൈ, ഇതെന്താണ്? 3π/2, ഇത് 2π. ഇതാണ് 2π വരുന്നത്. നമുക്ക് 2π + π/6 ആണ്. അപ്പോൾ 2π പ്ലസ് എന്ന് പറയുമ്പോൾ ഈ ക്വാഡ്രന്റ് ആയിരിക്കും അല്ലേ? ഈ ക്വാഡ്രന്റിൽ എല്ലാവരും പോസിറ്റീവാണ്. അപ്പോൾ ഉറപ്പായിട്ടും സൈനും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് പോസിറ്റീവാണ്. പോസിറ്റീവ് ആയതുകൊണ്ട് പോസിറ്റീവ് എന്ന് തന്നെ ഇടുക. നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് ഇട്ടോളണം, അത്രേ ഉള്ളൂ. എന്നിട്ട് സൈൻ ആയതുകൊണ്ട് അതെടുത്ത് പുറത്തേക്ക് ഇട്ടോ, ഒരു വിഷയവും ഇല്ല. കേട്ടല്ലോ. അപ്പോൾ എന്താണ്? സൈൻ ഇൻവേഴ്സ് സൈൻ π/6 എന്ന് വന്നു. π/6 എത്രയാടാ? 30 ഡിഗ്രി അല്ലേ? 30 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ആളല്ലേ? ഇപ്പം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ആൻസർ എത്രയാണ്? π/6. സിമ്പിൾ. ഈ മോഡലാണ് രണ്ടാമത്തെ മോഡൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് മോഡൽ. ഓക്കെ അല്ലേ? അടുത്തതിലേക്ക് പോകാം. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്ന ഈ ചാപ്റ്ററിലെ മൂന്നാമത്തെ ടൈപ്പ്, ഏറ്റവും അവസാനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ആ ക്വസ്റ്റ്യൻ പഠിക്കണമെങ്കിൽ നമ്മൾ മൾട്ടിപ്പിൾ ആംഗിൾസ് എന്നും പറഞ്ഞ് സൈൻ 2x, കോസ് 2x, ടാൻ 2x, സൈൻ 3x, കോസ് 3x, ടാൻ 3x, ഇതിൻ്റെ മൂന്നിൻ്റെയും ഇക്വേഷൻസ് പഠിച്ചിരിക്കണം. നോക്കിയേ, സൈൻ 2xന് രണ്ടെണ്ണം, 2 sin x cos x, 2 tan x / 1 + tan square x. കോസ് 2xന് 4 എണ്ണം, cos square x - sin square x, 2 cos square x - 1, 1 - 2 sin square x, 1 - tan square x / 1 + tan square x. ടാൻ 2xന് ഒരെണ്ണം, എന്താണോ സൈൻ 2xൻ്റെ അതിൻ്റെ താഴെ മൈനസ് വരുന്നതാണ്, 2 tan x / 1 - tan square x. ഇനി 3x വരുന്നത് എല്ലാവർക്കും ഓരോന്ന്. സൈനിൻ്റെയും കോസിൻ്റെയും പ്രത്യേകത നോക്കിയേ, ഒരേ മോഡലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരുന്നത് മാത്രം. 3 sin x - 4 sin cube x, ഇതിപ്പുറത്തും അത് അപ്പുറത്തുമായി കോസ്, 4 cos cube x - 3 cos x. ടാൻ 3x ആകുമ്പോൾ 3 tan x / 1 tan x - tan cube x / 1 - 3 tan square x. ടാനിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യം, tan x ഉണ്ട്, tan cube x ഉണ്ട്, tan square x ഉണ്ട്, എല്ലാം ഉണ്ട്. 3 മാത്രമാണ് പിന്നെ വരുന്ന ഒരു നമ്പർ. അങ്ങനെ ഓർത്തിരുന്ന് പഠിച്ചാൽ മതി. ഇത് കൂടാതെ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട 3 ഐഡൻറ്റിറ്റീസ് കൂടിയുണ്ട്. ഏതാണ്? സൈൻ സ്ക്വയർ എക്സ് പ്ലസ്
കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. പിന്നെ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു സീക്ക് സ്ക്വയർ എക്സ് എന്നാണ്. അതിനെ മാറ്റി നമുക്ക് എന്താണ് സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. എന്താണ് സീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. ഇനി അടുത്ത പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇതൊരെണ്ണം പഠിക്കണം. ഇത് അടുത്ത പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കോ ഫംഗ്ഷൻ ചേർത്താൽ മതി. സീക്കിൻ്റെ കോ ഫംഗ്ഷനാണ് കൊസീക്ക്, കൊസീക്ക് സ്ക്വയർ എക്സ് മൈനസ് ടാനിൻ്റെ കോ ഫംഗ്ഷനാണ് കോട്ട് ടാൻ, കോട്ട് എക്സ്, കോട്ട് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. ഇത് മൂന്നും പഠിക്കുക. ഇനി ഇതൊന്നും വെച്ച് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ശ്രദ്ധിച്ചോളണം, ഈ മോഡലിൽ ഒന്നുമല്ല നമ്മളുടെ ചോദ്യം വരുന്നെങ്കിൽ ഈ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കുക. റൂട്ടിൻ്റെ അകത്ത് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കൊടുക്കുന്നത് റൂട്ടിൻ്റെ അകത്ത് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞൊരു സാധനം വരും, അല്ലെങ്കിൽ റൂട്ടിൻ്റെ അകത്ത് 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് വരും, അല്ലെങ്കിൽ റൂട്ടിൻ്റെ അകത്ത് എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് വരും. ഇങ്ങനെ 3 എണ്ണം വന്നു കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ മിക്കപ്പോഴും കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ ടാൻ ആയിരിക്കും. 1 മൈനസ് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ മിക്കപ്പോഴും കൊടുക്കേണ്ടത് സൈൻ ആയിരിക്കണം. എക്സ് സ്ക്വയർ മൈനസ് 1 എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ കൊടുക്കേണ്ടത് സീക്ക് ആയിരിക്കും മിക്ക തവണയും. കേട്ടല്ലോ? അപ്പോൾ ഇതൊന്നും പറ്റിയില്ലെങ്കിൽ മാത്രം അങ്ങോട്ടേക്ക് നോക്കിയാൽ മതി. അപ്പോൾ നോക്കിയോ, സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് ചെയ്യേണ്ട കുറച്ച് ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ചേ, നോക്ക്. പ്രൂവ് ദാറ്റ് 3 cos inverse x ഈക്വൽ ടു cos inverse 4x ക്യൂബ് മൈനസ് 3x. എന്താണ് 3 cos inverse x ഈക്വൽ ടു cos inverse 4x ക്യൂബ് മൈനസ് 3x എന്ന് പറഞ്ഞാൽ ഇവിടെ എളുപ്പമുള്ള ഭാഗം ഏതാണോ അതെടുത്ത് വെച്ച് ചെയ്ത് ചെറുതിലേക്ക് എത്തിക്കാൻ നോക്കി വെച്ചാൽ മതി. അതായത് നമുക്ക് എന്താണ് ഇവിടെ cos inverse 4x ക്യൂബ് മൈനസ് 3x, ഇതിനെ നമ്മൾ എന്തിലേക്ക് എത്തിക്കാൻ നോക്കണം? 3 cos inverse എക്സിലേക്ക് എത്തിക്കാൻ നോക്കണം. ഇവിടെ എക്സ് എലമെന്റ് ഓഫ് എന്നൊക്കെ പറഞ്ഞൊരു സാധനം തന്നിട്ടുണ്ടാവും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക പോലും വേണ്ട. അതിൻ്റെ ഡൊമൈൻ പറയുന്നതാണ്. അത് നിങ്ങൾ ആലോചിക്കുക പോലും വേണ്ട. നമ്മൾ ഇതിൽ നിന്ന് ഇതിലേക്ക് എത്തിക്കാൻ നോക്കണം. ഇവിടെ നോക്കേണ്ടത് നമുക്കിവിടെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ടാവും. ആ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ച ഏതെങ്കിലും ഒരു ഇക്വേഷനായിട്ട് ബന്ധമുണ്ടോ എന്ന് നോക്കണം. ഇവിടെ നോക്കിയേ, 4x ക്യൂബ് മൈനസ് 3x ഇങ്ങനെയല്ലേടാ വന്നേക്കണം. ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം 4x ക്യൂബ് മൈനസ് 3x നമ്മൾ നേരത്തെ പഠിച്ച ഏതെങ്കിലും ഇക്വേഷനായിട്ട് ഇത് ബന്ധമുണ്ട്. അതിവിടെ നോക്കിയടാ, 4 cos ക്യൂബ് എക്സ് മൈനസ് 3 cos എക്സ്, ആ ഒരു മോഡലിലല്ലേ കിടക്കുന്നത്. 4 cos ക്യൂബ് എക്സ് മൈനസ് 3 cos എക്സ്, അതായത് ഈ എക്സിന് പകരം കോസ് വന്നു കഴിഞ്ഞാൽ 4 cos ക്യൂബ് എക്സ് മൈനസ് 3 cos എക്സ്, ഈ എക്സിന് പകരം കോസ് എക്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കോസ് 3xന്റെ ഇക്വേഷനായി അല്ലേ. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇത് നോക്കിയെടുക്കണമെന്നാണ് പറയുന്നത്. അതായത് ഇങ്ങനെ വന്നിരിക്കുന്നത് കാരണം എക്സിന് എന്ത് പേര് കൊടുക്കണമെന്നാണ് പറഞ്ഞത്? എക്സിന് കോസ് എന്ന് കൊടുക്കണം. ഈ കോസ് എക്സ് എന്ന് കൊടുത്താൽ വീണ്ടും കൺഫ്യൂഷൻ ആയതുകൊണ്ട് കോസ് തീറ്റ എന്ന് കൊടുക്കും. നമ്മൾ എക്സിന് പകരം കോസ് കൊടുത്താൽ നമ്മൾ പഠിച്ചൊരു ഇക്വേഷൻ ആവും. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? ഇവിടെ എക്സിന് പകരം കോസ് ഇട്ട് കൊടുക്കുക. ഇവിടെ നോക്കണം, ശ്രദ്ധിച്ചോ, കോസ് ഇൻവേഴ്സ്. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കും? 4 cos ക്യൂബ് എക്സ്, എക്സ് അല്ല കോസ് ക്യൂബ് എന്താണ്? തീറ്റ മൈനസ് 3 cos തീറ്റ ഈക്വൽ ടു, ചെയ്യാം. ഇതിലേക്ക് എത്തിക്കല്ലേ വേണ്ടത്? ചെയ്യാം. എങ്ങനെ ചെയ്യും പറ? അടുത്തത് സിമ്പിൾ ആയിട്ട് പറയാം, ഈക്വൽ ടു കോസ് ഇൻവേഴ്സ്. ഇവിടെ ശ്രദ്ധിച്ചോ, 4 cos ക്യൂബ് തീറ്റ മൈനസ് 3 cos തീറ്റ. അതെന്താണ്? 4 cos ക്യൂബ് എക്സ് മൈനസ് 3 cos എക്സ്, cos 3x ആണ്. അപ്പൊ തീറ്റ ഇട്ട് വന്നാൽ എന്താവും? കോസ് 3 തീറ്റ. ഇത്രേ ഉള്ളൂ. അതായത് cos 3 തീറ്റ എന്ന് പറഞ്ഞാലേ 4 cos ക്യൂബ് തീറ്റ മൈനസ് 3 cos തീറ്റ. ഇവിടെ നോക്കിയേ, ഇപ്പം ഇവിടെ കോസും വന്നു. ഈ കോസും അങ്ങോട്ട് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ആൻസർ എത്ര വരും? 3 തീറ്റ എന്ന് വരും. ഈ തീറ്റ എന്ന് പറയുന്ന സാധനം നമ്മൾ ഇട്ട് കൊടുത്തതല്ലേ, അപ്പോൾ അതിനെ മാറ്റണം. എങ്ങനെ മാറ്റും? ഈ തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇട്ട് കൊടുത്താണ് എക്സ് ഈക്വൽ ടു കോസ് തീറ്റ. തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി കോസ് ഇപ്പുറത്തേക്ക് വരട്ടെ. അപ്പോൾ എന്താവും? ഇവിടെ എക്സ് ഉണ്ട്, കോസ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ അത് കോസ് ഇൻവേഴ്സ് ആവും, ഈക്വൽ ടു എന്താണ്? തീറ്റ. അപ്പോൾ തീറ്റക്ക് പകരം എന്തിട്ട് കൊടുക്കണം? കോസ് ഇൻവേഴ്സ് എക്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ 3 ഇൻറ്റു എന്താണ്? കോസ് ഇൻവേഴ്സ് എക്സ്. ഇതല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? ആണ് അല്ലേ? ഈക്വൽ ടു 3 cos ഇൻവേഴ്സ് എക്സ് ആയി. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷനായിട്ട് ബന്ധമുണ്ടോ എന്ന് നോക്കണം.